ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഹിന്ദി എക്സാം ടഫായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഫ്രണ്ട്സിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് ഹിന്ദി എക്സാം ടഫാണെങ്കിൽ ഈ ഒരു വീഡിയോ ഷുവറായിട്ട് ഇരുന്ന് കാണുക. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങൾ ഒരു പബ്ലിക് എക്സാം അല്ലെങ്കിൽ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകരുത്. പിന്നെ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 സ്ലൈഡ്സ് ഉണ്ട്. ഈ സ്ലൈഡ്സ് ഒക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദി കുറച്ചുകൂടെ ഒന്ന് എളുപ്പമായി കിട്ടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഹിന്ദി എക്സാം ടഫ് ആവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും 3 എണ്ണമാണ്. ഒന്ന്, നിങ്ങൾക്ക് ഹിന്ദിയുടെ ആ ഒരു ചാപ്റ്ററിലുള്ള കഥ മനസ്സിലാവാത്ത അല്ലെങ്കിൽ ആ ഒരു തീം എന്താണ് ആ കഥയിൽ പറയുന്നത് എന്ന് മനസ്സിലാവാത്തതാണ് ഫസ്റ്റ് നിങ്ങൾക്ക് പറ്റുന്ന പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്, ഏറ്റവും കൂടുതൽ പേര് അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഗ്രാമർ ടോപ്പിക്സ് ആണ്. ഗ്രാമർ ടോപ്പിക്സ് മനസ്സിലാവാതെ വരിക, നമ്മൾക്ക് വഹ് പ്ലസ് കോ അതെന്താ ഉത്തരം, ആ ഒരു സംഭവമൊക്കെ ഒന്നും മനസ്സിലാവാതെ വരിക എന്നൊക്കെയാണ് കുറച്ച് പേര് അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്. അത് പിന്നെ ലാസ്റ്റ് വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്, 4 മാർക്കിനുള്ള അതുപോലെ ഡയറി, അതുപോലെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ലെറ്റർ, ഇതിനൊക്കെ പ്രോപ്പർ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റാതെ വരിക. ഈ ഒരു 3 പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ടും ഉള്ളത്. ഈ ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു സ്ട്രക്ചർ എങ്ങനെ എഴുതുക എന്ന്, സ്ട്രക്ചർ അതിന്റെ മെയിൻ സ്ട്രക്ചർ എങ്ങനെയാണ് എന്ന ഒരു മൈൻഡ് കിട്ടാതിരിക്കുകയാണ് 4 മാർക്ക് ക്വസ്റ്റ്യന് 4 മാർക്ക് കിട്ടാതിരിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് അത്ര കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ പോലും കഥ നല്ലപോലെ മനസ്സിലാക്കിയിട്ടും ഗ്രാമർ നല്ലപോലെ അറിയാഞ്ഞിട്ടും നിങ്ങൾക്ക് ഈ 4 മാർക്കിന്റെ എങ്ങനെയാണ് ഘടന എന്ന് മനസ്സിലായില്ലെങ്കിൽ, ലെറ്റർ ഏത് ഘടന ഏത് രീതിയിലാണ് ലെറ്റർ എഴുതുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ആ 4 മാർക്ക് കിട്ടത്തില്ല. നിങ്ങൾക്ക് 2 മാർക്കൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ ഇത് ലെറ്റർ എല്ലാം അതിന്റെ സ്ട്രക്ചർ എല്ലാം അറിയാമെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ നോട്ട പിശക് കൊണ്ട് പോലും 1/2 മാർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അക്ഷരത്തെറ്റ് വരുത്താതെ ആ ഒരു ഘടന മനസ്സിലാക്കി, ഗ്രാമർ ശരിയാക്കി, കഥ മനസ്സിലാക്കി, കൺസെപ്റ്റ് മനസ്സിലാക്കി നിങ്ങൾക്ക് ആ ഒരു 4 മാർക്ക് ക്വസ്റ്റ്യന് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് 4 മാർക്ക് കിട്ടുന്നതാണ്. അതാണ് 4 മാർക്ക് ക്വസ്റ്റ്യനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ഉള്ള ആ ഒരു ഡയറി, ലെറ്റർ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ഇതുപോലുള്ള 4 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ഉള്ള സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ള വീഡിയോ നമ്മൾ ഇടുന്നതാണ്. അതിനൊക്കെ വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആ ഒരു വീഡിയോ ഒക്കെ പുറകെ വരുന്നതായിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ പേര് ഹിന്ദി ടഫ് ആണെന്ന് പറയാനുള്ള കാരണം ഗ്രാമർ ടോപ്പിക്സ് ആണ്. ഗ്രാമർ ടോപ്പിക്സ് എന്ന് പറയുന്നത് 2-3 എണ്ണം നിങ്ങൾക്ക് ഒരു ബേസിക് തൊട്ട് നിങ്ങൾക്ക് പഠിച്ചാൽ പോലും ഇപ്പൊ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് അത് തീർക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വരുന്ന ആ ഒരു ഗ്രാമർ ഒക്കെ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിനു വേണ്ടി ഒരു പ്രത്യേകം വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട, നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് SSLC പബ്ലിക് എക്സാമിനും അതുപോലെ തന്നെ മോഡൽ എക്സാമിനും വരുന്ന ആ ഒരു ഗ്രാമർ ടോപ്പിക്ക് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കാണുക. ഗ്രാമർ ടോപ്പിക്സ് ടഫ് ആയവർക്ക് വേണ്ടി. പിന്നെ നിങ്ങൾക്കുള്ള മുഴുവൻ ഗ്രാമർ ടോപ്പിക്സും ഇൻക്ലൂഡ് ചെയ്ത് നമ്മുടെ വേർഡ് പിരമിഡ് അതും ഇൻക്ലൂഡ് ചെയ്ത് നമ്മളൊരു വീഡിയോ ഉടനെ ഇറക്കുന്നതായിരിക്കും. അതിനൊക്കെ വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു പ്രശ്നം, കഥ മനസ്സിലാവാത്ത പ്രശ്നം, ഈ ഒരു കഥ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ 4 മാർക്കിന്റെ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് കഥ മനസ്സിലാവാത്തത് മൂലം ടഫ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ കഥ മനസ്സിലാവാത്തത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. സോ കഥ മനസ്സിലാവാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഡയറക്ട്ലി കഥ വായിക്കാൻ പോകുന്നതാണ്. നിങ്ങൾ ഹിന്ദി അറിയാത്ത ഒരാളായിരിക്കാം. പെട്ടെന്ന് കഥ കഥ വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. ആ ഒരു ടൈമില് നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു മൈൻഡ് ഉപേക്ഷിച്ച് പോവാതെ ഞാൻ പറയുന്ന രീതിയിൽ ഒന്ന് നിങ്ങൾ കഥ വായിക്കാൻ നോക്കുക. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ, ഒരു നോട്ടൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ട് കഥയുടെ ചാപ്റ്ററിന്റെ പേരൊന്ന് എഴുതി. ഇപ്പൊ നമുക്ക് ബീർ ബഹൂട്ടിയാണ് എടുക്കുന്നെങ്കിൽ ബീർ ബഹൂട്ടി എന്ന പേരൊക്കെ ഒന്ന് എഴുതി അതിലെ എഴുതിയ ആൾ ആരാണെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. അതിനുശേഷം അത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നൊക്കെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ അതിലെ ക്യാരക്ടർ ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് എഴുതി വെക്കുക. ഈ ഒരു 4 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് വെക്കുക. ഈ ഒരു 4 കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ ഹിന്ദി ടഫ് ആണെങ്കിൽ, നിങ്ങൾ കഥ വായിച്ചിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യമാണ് ഈ പറയുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ, അതിലെ ഓതർ, അത് ഏത് വിഭാഗത്തിൽ പെടുന്നു, അതിലെ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്, ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം
കഥ വായിക്കുക. കഥ വായിച്ചിട്ട് ഓരോ സെന്റൻസിന്റെയും അർത്ഥം നോക്കുക. കഥ വായിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിന്റെ തീം എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. അത് എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അത് കഴിഞ്ഞ് 1-2 തവണ വായിച്ചിട്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒരു ഗൈഡോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനെ ഒക്കെ ഒന്ന് വിളിച്ച് ആ ഒരു ഹിന്ദി ആ ഒരു ചാപ്റ്ററിന്റെ മലയാളം അർത്ഥം മലയാളത്തിൽ വായിക്കുന്ന രീതിയിലൊന്ന് മനസ്സിലാക്കി പോവുക. അതിനുശേഷം വീണ്ടും വായിക്കുക ഓരോ സെന്റൻസിന്റെയും അർത്ഥം വെച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ ചില ഹിന്ദി വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് ടഫ് ആയിട്ട് വരാം. ആ ഒരു വേർഡ്സ് ഒക്കെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഒക്കെ ഒന്ന് പരിഭാഷപ്പെടുത്തി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലൊക്കെ ഒന്ന് നോക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹിന്ദിയിലെ കഥ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് നോക്കുക, ഹിന്ദിയില് നിങ്ങൾക്ക് 16 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഹിന്ദിയില് നിങ്ങൾക്ക് 16 ചാപ്റ്റേഴ്സ് ആണുള്ളത്. 16 ചാപ്റ്റേഴ്സ് ഇക്കായി 1-ല് 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. രണ്ടാമത്തെ യൂണിറ്റിൽ 3 ചാപ്റ്റേഴ്സ്, മൂന്നാമത്തെ യൂണിറ്റിൽ, നാലാമത്തെ യൂണിറ്റിൽ, അഞ്ചാമത്തെ യൂണിറ്റിൽ 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് യൂണിറ്റിൽ മാത്രം 4 ചാപ്റ്റേഴ്സ്. അങ്ങനെ മൊത്തം 16 ചാപ്റ്റേഴ്സ് ആണുള്ളത്. 16 ചാപ്റ്റേഴ്സ് ആണുള്ളത്. പക്ഷേ 16 ചാപ്റ്റേഴ്സ് ആണുള്ളത്. പക്ഷേ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് വരുന്നത് വെറും 11 ചാപ്റ്റേഴ്സ് മാത്രമാണ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് വരുന്നത്. 11 ചാപ്റ്റേഴ്സ് മാത്രമാണ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് വരുന്നത്. 11 ചാപ്റ്റേഴ്സ് മാത്രമാണ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് വരുന്നത്. ബാക്കി വരുന്ന 5 ചാപ്റ്റേഴ്സ് അതിരിക്ത വാചനായിട്ട് തന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഓരോ യൂണിറ്റിനും ലാസ്റ്റ് തന്നിട്ടുള്ള ചാപ്റ്റേഴ്സ് അതിരിക്ത വാചന വേണ്ടി തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു 5 ചാപ്റ്റർ നിങ്ങൾ പഠിക്കേണ്ട. ബാക്കി വരുന്ന 11 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അത് നിങ്ങൾക്ക് ഓണം എക്സാമും ക്രിസ്മസ് എക്സാമും അറ്റൻഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ ഒരു 5 ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടും ചോദ്യമൊന്നും ചോദിക്കത്തില്ല. ഇനി മോഡൽ എക്സാമിനും അതുപോലെ പബ്ലിക് എക്സാമിനും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം ചോദിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു 5 ചാപ്റ്ററിനെ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ബാക്കി വരുന്ന 11 ചാപ്റ്റർ ആണ് നിങ്ങൾ നോക്കാനുള്ളത്. ബാക്കി വരുന്ന 11 ചാപ്റ്ററും അതിന്റെ ഓർഡർ, അതുപോലെ അത് ഏത് വിഭാഗത്തിൽ പെടുന്നു, അതിലെ ക്യാരക്ടേഴ്സ്, ഇതൊക്കെയാണ് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കി വെക്കേണ്ടത്. ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയുന്നു, ഈ ഒരു വീഡിയോ നമ്മൾ ഫസ്റ്റ് നിങ്ങൾ ടഫ് ആവാനുള്ള ഫസ്റ്റ് കാരണത്തിന്റെ സൊല്യൂഷൻ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കഥ മനസ്സിലാവാത്തതിന്റെ കാരണം പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആവാൻ വേണ്ടി ഈ ഒരു വീഡിയോയിലെ ഞാൻ ആദ്യം പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് സ്ലൈഡ്സ്, ആ സ്ലൈഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചാപ്റ്റർ, ഓർഡർ, അത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നും അതിലെ ക്യാരക്ടേഴ്സ് എല്ലാം ഒറ്റ സ്ലൈഡാക്കി നിങ്ങൾക്ക് തരുന്നതാണ്. സോ ആ സ്ലൈഡൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നോട്ട്സ് മാത്രമല്ല, നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്, പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ ഡൗട്ട് എല്ലാം നമ്മൾ അവിടെ ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട്. സോ അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ തന്നെ എല്ലാവരും ജോയിൻ ചെയ്യുക. ഓക്കെ, ഇതാണ് ഞാൻ പറയുന്ന സ്ലൈഡ്സ്. ഇതുപോലെ തന്നെ 3 സ്ലൈഡ്സ് ഉണ്ട്, നോട്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു നോട്ട്സ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. നമുക്ക് ബീർബൗട്ടി എന്ന് പറയുന്ന പാഠം, അതിന്റെ ലേഖകൻ എന്ന് പറയുന്ന പ്രഭാതാണ്. വിഭാഗം അത് കഹാനിയിൽ പെടുന്നു. മുഖ്യപാത്രങ്ങൾ സാഹിലുണ്ട്, ബേലയുണ്ട്, മാട്സാബുണ്ട്. പിന്നെ നിങ്ങൾക്ക് ദുക്കാൻദാർ ഉണ്ട്. പക്ഷെ ദുക്കാൻദാർക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റ് റോളൊന്നും ഇല്ല ബീർബൗട്ടിയെ. സോ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾസ് ഉള്ള കഥാപാത്രങ്ങളെ മാത്രമേ ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. സോ സാഹില്, ബേല, മാട്സാബ്, ഈ ഒരു 3 പേരാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ആ ഒരു ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. മാട്സാബ് ഒക്കെ പറയുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മാട്സാബിന്റെ ഒക്കെ കഥാപാത്ര നിരൂപണം ചോദിച്ചേക്കാം. സോ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ നിങ്ങൾക്ക് ഹതാശാസയ്ക്ക് വ്യക്തി ബൈറ്റ് ചെയ്യാത്ത, അത് നരേഷ് സക്സേനയുടെയാണ്. അത് ഒരു ടിപ്പണിയാണ്. ഓക്കെ, അത് ഒരു ടിപ്പണി വിഭാഗത്തിൽ പെടുന്നതാണ്. അതിൽ പ്രധാനമായിട്ടും കഥാപാത്രങ്ങളെ പറ്റി ഒന്നും പറഞ്ഞ് നമ്മൾ പറയുന്നില്ല. ഓക്കെ, മൂന്നാമത്തെ എന്ന് പറയുന്ന ഒരു കവിതയാണ്, ടൂട്ടാ പഹിയ എന്ന് പറയുന്ന ഒരു കവിതയാണ്. അത് ധർമ്മവീർ ഭാരതിയുടെയാണ്. അതിൽ നിന്നും ക്യാരക്ടേഴ്സ് ആയിട്ട്, പ്രധാനമായിട്ട് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ടൂട്ടാ പഹിയ ഒരു ക്യാരക്ടറായിട്ടൊക്കെ എടുക്കാം. ഓക്കെ, ഈ ഒരു
കവിതയിൽ നമുക്കറിയാം ആസ്വാദന ടിപ്പണി മാത്രമേ ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ളൂ, ഇനി അങ്ങോട്ട് ചോദിക്കുകയുള്ളൂ. ഓക്കെ. അടുത്തതെന്ന് പറഞ്ഞ ഇക്കായി രണ്ടാമത്തെ യൂണിറ്റിൽ നിന്നും ഫസ്റ്റ് ചാപ്റ്റർ അയാം കലാം കെ ബഹാനെ, അതൊരു ഫിലിമി ലേഖാണ്. അത് എഴുതിയിരിക്കുന്ന മിഹിറാണ്. അതിലെ മുഖ്യ കഥാപാത്രങ്ങൾ മിഹിറുണ്ട്, മോർപാലുണ്ട്, പിന്നെ റൺവിജയ്, പിന്നെ ചോട്ടു അല്ലെങ്കിൽ കലാം എന്നും പറയാം. ഓക്കെ, ചോട്ടു അല്ലെങ്കിൽ കലാം. അടുത്തത് സബ്സേ ബഡാ ഷോമാൻ, അതൊരു ജീവനിയാണ്. ജീവചരിത്ര കുറിപ്പിൽ നിന്നും എടുത്ത ഒരു അംശമാണ് സബ്സേ ബഡാ ഷോമാൻ എന്ന് പറയുന്നത്. അത് എഴുതിയിരിക്കുന്ന ഗീത ചതുർവിധി. അതിലെ മുഖ്യ കഥാപാത്രങ്ങൾ ചാർലി ചാപ്ലിൻ, ചാർലി ചാപ്ലിന്റെ അമ്മ, പിന്നെ അതുപോലെ മാനേജർ. ഈ ഒരു 3 കഥാപാത്രങ്ങൾ പ്രധാനമായിട്ടും ഉള്ളത്. പിന്നെ ഉള്ളത് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ അതൊരു കവിതയാണ്. അകാലോ റുസ്കേബ എന്ന് പറയുന്ന കവിത. അത് നാഗാർജുന എഴുതിയ കവിതയാണ്. അതിലെ പ്രധാനമായിട്ടും കഥാപാത്രങ്ങളൊന്നുമില്ല. പിന്നുള്ളത് കഹാനിയാണ്. സോറി, ഒരു കഹാനിയാണ്. ഠാക്കൂർ കാ കുവ എന്ന് പറയുന്ന ഒരു കഹാനിയാണ്. അത് എഴുതിയിരിക്കുന്നത് പ്രേംചന്ദ് ആണ്. അതിലെ പ്രധാന കഥാപാത്രങ്ങൾ, ഓക്കെ, പ്രധാന കഥാപാത്രങ്ങൾ ഗംഗിയുണ്ട്, ജോഖു ഉണ്ട്. പ്രധാന കഥാപാത്രങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ എല്ലാം നിങ്ങൾക്ക് ഠാക്കൂർ എഴുതാം. അതുപോലെ ഔരത്തിയുണ്ട്, 2 സ്ത്രീകളുണ്ട്. 2 സ്ത്രീകൾ വെള്ളമെടുക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ പാഠത്ത് തന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ ക്രിസ്മസ് എക്സാമിന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണെന്ന് തോന്നുന്നു ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പട്കഥ എഴുതാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു 2 സ്ത്രീകളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളായിട്ടുള്ള ഗംഗിയും ജോക്കും മാത്രമേ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് വരുന്നത് 4ാമത്തെ പാഠത്തിൽ നിന്നും ബസന്ത് മേരെ ഗൗക്ക എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അത് ലേഖ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് പെടുന്നത്. അതില് ലേഖക് മുകേഷ് നൗട്ടിയാൽ എന്ന് പറയുന്ന ഓതറാണ് ബസന്ത് മേരെ ഗൗക്ക എന്ന് പറയുന്ന ചാപ്റ്റർ എഴുതിയത്. പിന്നെയുള്ളത് ദിശാഹിൻ ദിശ എന്ന് പറയുന്ന ചാപ്റ്റർ. അതൊരു യാത്രാ വിവരണമാണ്. അത് എഴുതിയിരിക്കുന്ന മോഹൻ രാകേഷ് ആണ്. അതിലെ പ്രധാന കഥാപാത്രങ്ങൾ മോഹൻ രാകേഷ്, അവിനാഷ് ആൻഡ് അബ്ദുൾ ജബ്ബാർ എന്ന് പറയുന്ന ക്യാരക്ടേഴ്സ് ആണ്. പിന്നുള്ളത് ഇക്കായി 5ാമത്തെ യൂണിറ്റിൽ നിന്നും ഫസ്റ്റ് ചാപ്റ്റർ. അതൊരു കവിതയാണ്. ബച്ചേ കാം പർ ജാ രഹേ ഹേ എന്ന് പറയുന്ന ഒരു കവിതയാണ്. അത് എഴുതിയിരിക്കുന്ന രാജേഷ് ജോഷി എന്ന് പറയുന്ന വ്യക്തിയാണ്. പിന്നുള്ളത് നമുക്ക് പഠിക്കാനുള്ളതിൽ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു കഹാനിയാണ്. ഗുഡ്ലി തോ പരായി ഹേ എന്ന് പറയുന്നൊരു ചാപ്റ്റർ ആണ്. അത് എഴുതിയിരിക്കുന്നത് കനക ശശിയാണ്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഗുഡ്ലി, ബുവ, മാ, അതുപോലെ താവൂജി. ഈ ഒരു 4 കഥാപാത്രങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. സോ ഈ ഒരു സ്ലൈഡ് കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഒരു സ്ലൈഡൊക്കെ PDF ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതുപോലെയുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് നിങ്ങൾക്ക് ടഫ് ആകാനുള്ള ഫസ്റ്റ് കാരണം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമുക്കുള്ള ബാക്കി 2 കാരണങ്ങളും, ഗ്രാമർ ടോപ്പിക്സും അതുപോലെ തന്നെ 4 മാർക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള പ്രയാസവും, ഈ 2 ക്വസ്റ്റ്യൻസിനും ഉള്ള സൊല്യൂഷൻ നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ ഇടുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ആൻഡ് ഇതിലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് SSLC പഠിക്കുന്ന കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.